ഹലോ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാറ്റോയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നമ്മുടെ ഗൈഡിൽ വളരെയധികം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നാറ്റോ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നാറ്റോയുടെ പൂർണ്ണമായിട്ടുള്ള നാമം. ഇതൊരു യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുമുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ ആണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സൈനിക സഖ്യമാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. എന്താണ്? യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുള്ള രാജ്യങ്ങളുടെ ഒരു രാഷ്ട്രീയ സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്നാണ് ഇത് സ്ഥാപിതമായെന്ന് വെച്ചാൽ 1949 ഏപ്രിൽ 4 നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ട് നാറ്റോ രൂപീകൃതം ആകുന്നത്. ഈ ഉടമ്പടി മറ്റൊരു പേരിലും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വാഷിംഗ്ടൺ ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ 1949 ഏപ്രിൽ 4 നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ട് നാറ്റോ രൂപീകൃതം ആകുന്നത്. ആദ്യത്തെ അംഗരാജ്യങ്ങൾ എത്രയാണ്? 12 സ്ഥാപക അംഗങ്ങളാണ് നാറ്റോയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് വഴിയെ പറയാം. ഇനി എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? രാഷ്ട്രീയവും സൈനികവുമായ മാർഗത്തിലൂടെ അംഗരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പു നൽകുക എന്നുള്ളതാണ് ഈ നാറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് അംഗരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പു നൽകുക എന്നുള്ളതാണ് ഈ നാറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 5, അതായത് നാറ്റോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. എന്താണ് ഈ ആർട്ടിക്കിൾ 5 പറയുന്നത്? അതായത് നമ്മുടെ അംഗരാജ്യങ്ങളുണ്ടല്ലോ, അതിൽ ഒരൊറ്റ അംഗരാജ്യത്തിന് നേരെയുള്ള സായുധാക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 5 പറയുന്നത്. അതായത് ഈ നാറ്റോയിലുള്ള അംഗരാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ആ അംഗരാജ്യത്തെ മൊത്തമായിട്ട് ആക്രമിച്ചതായിട്ട് കണക്കാക്കി അതിൻ്റെ പ്രതിരോധ നടപടികൾ അവർ കൈക്കൊള്ളും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 5 പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ഇപ്പോൾ 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയ്ക്ക് വേണ്ടി ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒക്കെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 5 നാറ്റോയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി എന്താണ് ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തീരുമാനമെടുക്കുന്ന സമിതി എന്ന് പറഞ്ഞാൽ NAC ആണ്. NAC എന്ന് വെച്ചാൽ നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിലാണ് ഇതിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എല്ലാ അംഗരാജ്യങ്ങൾക്കും കൗൺസിൽ ഒരു സ്ഥിരം പ്രതിനിധിയുണ്ട്. ആ തീരുമാനങ്ങൾ ഈ എല്ലാ അംഗരാജ്യങ്ങളും ഒരുമിച്ച് എടുത്താലേ അത് ഫൈനലായിട്ട് വരികയുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതി എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിലാണ്. എല്ലാ അംഗരാജ്യങ്ങളും ഈ നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. എല്ലാവരും തീരുമാനിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി എന്താണ് അംഗത്വം? നമ്മുടെ ഗൈഡിലൊക്കെ കിടക്കുന്ന 30 അംഗങ്ങൾ വരെയാണ് പഴയ ഗൈഡാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 2025 ഓഗസ്റ്റ് വരെ നാറ്റോയ്ക്ക് 32 അംഗങ്ങളാണ് നിലവിൽ നാറ്റോയിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. നിലവിൽ 32 അംഗരാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അവസാനമായിട്ട് ഫിൻലാൻഡ് 2023 സ്വീഡൻ 2024 നാറ്റോയിൽ അംഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി പ്രധാന ദൗത്യങ്ങളും ചുമതലകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSR അല്ലെങ്കിൽ റഷ്യക്കെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത്. എന്നാൽ അത് പിന്നീട് എന്താണ് അന്താരാഷ്ട്ര സുരക്ഷയിലേക്കുള്ള ഒരു മാർഗമായിട്ട് മാറുകയുണ്ടായി. പിന്നെന്താണ് നാറ്റോയും വാഴ്സ ഉടമ്പടിയും. നമ്മൾ നാറ്റോ എന്താണെന്ന് പറഞ്ഞു, ആര് രൂപീകരിച്ചാന്ന് പറഞ്ഞു. എന്താണ്? 1949 നാറ്റോയുടെ രൂപീകരണം, 55 വാഴ്സ ഉടമ്പടി രൂപീകരിക്കുന്നതിന് നേരിട്ട് കാരണമായി. അപ്പോൾ 49 അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്താണ് നാറ്റോ രൂപീകരിച്ചെങ്കിൽ 55 വാഴ്സ ഉടമ്പടി ആരാണ് രൂപീകരിക്കുന്നത്? നമ്മളുടെ റഷ്യയാണ്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ബ്ലോക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ പ്രതിരോധ ഉടമ്പടിയാണ് ഈ വാഴ്സ ഉടമ്പടി എന്ന് പറയുന്നത്. ഇത് നാറ്റോയ്ക്ക് നേരിട്ടുള്ള ഒരു എതിർശക്തിയായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി 1991 ഇത് പിരിച്ചുവിട്ടു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാറ്റോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്